തമ്പ ബാവുമയ്ക്ക് ഇപ്പോൾ പുതിയ ശത്രുക്കളെ ആവശ്യമാണ്. പുതിയ വിമർശകരെ വേണം. കാരണം പഴയവരെല്ലാം ഇപ്പോൾ ആരാധകരായി മാറിക്കഴിഞ്ഞു. ചെറുതാണ്, ബാറ്റ് കറക്കാൻ അറിയില്ല, പ്ലേയിങ് 11-ൽ സ്ഥാനമില്ല, സംവരണം കൊണ്ട് മാത്രം ടീമിലുള്ളതാണ്, പൊക്കം കുറവാണ്, അഹങ്കാരം കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞവരൊക്കെ അവനെ പുച്ഛിക്കുകയും ചീത്ത വിളിക്കുകയും അപമാനിക്കുകയും ചെയ്തവരെല്ലാം തന്നെ ഇന്ന് തമ്പ ബാവമയുടെ ആരാധകരായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്കൊരു വാചകം ഓർമ്മ വരുന്നു. ജീവിതം ഒരു 2020 മത്സരമല്ല, ഒരു ടെസ്റ്റ് മത്സരമാണ്. അതേ, ജീവിതം ടെസ്റ്റ് മത്സരം പോലെയാണ്. അവിടെ നിങ്ങൾക്ക് തിരിച്ചുവരവിന് അവസരം ലഭിക്കും. ആ തിരിച്ചുവരവ് നിങ്ങളെ വിമർശിച്ചവരെ നിങ്ങളുടെ ആരാധകരാക്കി മാറ്റും. നിങ്ങളെ വിരൽ ചൂണ്ടി കളിയാക്കിയവർ നിങ്ങൾക്ക് വേണ്ടി ആർപ്പ് വിളിക്കും. സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയപ്പോൾ സംഭവിച്ചത് ഇത് തന്നെയാണ്. തമ്പ ബാവുമ എല്ലാ വിമർശകരുടെയും വായി അടപ്പിച്ച് തെളിയിച്ചു. അത് പൊക്കം കുറവാണെങ്കിൽ എന്ത്, പോരാട്ട വീരത്തിന് ഒരു കുറവുമില്ല. അവൻ 1-ാം നമ്പർ ക്യാപ്റ്റനാണ്. കാരണം ഹാൻസി ക്രോനിയേക്കും ജാക്ക് കാലിസിനും ഷോൺ പോളോക്കിനും എബി ഡിവിലിയേഴ്സിനും ഗ്രെയിം സ്മിത്തിനും ഗാരി ക്രിസ്റ്റനും ഹാഷിം അംലയ്ക്കും ഫാഫ് ഡു പ്ലെസിസിനും ഉൾപ്പെടെ വലിയ ഇതിഹാസങ്ങൾക്ക് പോലും സാധിക്കാത്തത് ബാവുമ ചെയ്ത് കാണിച്ചു. സൗത്ത് ആഫ്രിക്കയെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം ചൂടിച്ചു. ആദ്യമായി ഒരു ICC വേൾഡ് കപ്പ് ലെവലിൽ ട്രോഫി അവർക്ക് നേടിക്കൊടുത്തു. ഇതിനു മുൻപ് ആഫ്രിക്ക ഒരു ചാമ്പ്യൻസ് ട്രോഫി മാത്രമാണ് നേടിയിട്ടുള്ളത്. 27 വർഷത്തിന് ശേഷം ഒരു ICC ട്രോഫി. സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിന് ഇതൊരു സുവർണ നിമിഷം തന്നെയാണ്. എല്ലാവരും വികാരഭരിതരായിരുന്നു. ആ വൈകാരിക നിമിഷങ്ങളിൽ ബാവുമ ചരിത്രം കുറിച്ചു. 100 വർഷത്തെ ക്രിക്കറ്റ് ചരിത്രത്തിൽ 10 മത്സരങ്ങളിൽ ക്യാപ്റ്റനായി ഒരു ലോകകപ്പ് ട്രോഫി ഉയർത്തുകയും ഒരു മത്സരം പോലും തോൽക്കാതിരിക്കുകയും ചെയ്ത ആദ്യ ക്യാപ്റ്റനാണ് അദ്ദേഹം.